എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ ഈ ഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഒരു കാര്യം ഞാൻ മറന്നു പോകരുത്. ദൈവം നമ്മുടെ പരിപാലകനാണ്. യേശു ക്രിസ്തുവിനെ നാം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നാം ഒരു മതം വിട്ട് വേറെ മതത്തിലേക്ക് പ്രവേശിച്ചതല്ല, മറിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. ദൈവം നമുക്ക് പരിപാലകനായി എന്നും കൂടെയിരിക്കും. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഉടനീളം ഇത് വ്യക്തമാകുന്നു. സങ്കീർത്തനങ്ങൾ 121:3 പറയാണ്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നാം വീണു പോകാഞ്ഞത്, നാം താണു പോകാഞ്ഞത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ പൊന്നു കർത്താവ് നമ്മെ സംരക്ഷിച്ചതുകൊണ്ടാണ്. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ദൈവം തൻ്റെ ജനങ്ങളുടെ പരിപാലകനാണ്. അതുകൊണ്ടാണ് യേശുവിനെ നമ്മൾ പറയുന്നത്, യേശു നമ്മുടെ കർത്താവാണ്, നമ്മുടെ കർത്തൃത്വം നടത്തുന്നവനാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. ഈ സങ്കീർത്തനം 121 അതാണ് പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു പരിപാലകനായി ഉറങ്ങാത്തവനായിട്ടുണ്ട്, മയങ്ങാത്തവനായിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ പറയണം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സഹായം പ്രതീക്ഷയായിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മുഖത്തായിരിക്കുന്നെങ്കിൽ, ആരും നിങ്ങളെ സഹായിക്കാനില്ലെങ്കിൽ പേടിക്കേണ്ട, കർത്താവ് നിങ്ങൾക്ക് സഹായനായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. ഇവിടെ പറയണം, എൻ്റെ സഹായം, അത് ഉറപ്പ് നമുക്കിവിടെ, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവ ഇങ്കൽ നിന്നു വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. എന്നിട്ട് പറയും, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട്, ദൈവമക്കളായി മാറിയതുകൊണ്ട് ദൈവം നമുക്ക് പരിപാലകനായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണലായി നിൽക്കുകയാണ്. കൊടും ചൂടിൽ വിഷയങ്ങളുടെ മുഖത്ത് നിൽക്കുമ്പം എനിക്കും നിങ്ങൾക്കും വേണ്ടി തണലായി കർത്താവ് നിൽക്കുന്നു. എന്നിട്ട് പറയണം, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഒരു ദോഷവും തട്ടാതെ വണ്ണം യഹോവ നമ്മെ പരിപാലിക്കും. എന്നിട്ട് പറഞ്ഞാൽ, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നമ്മുടെ പ്രാണനെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും. ഇന്നലെ ഉറങ്ങി ഇന്ന് പലരും ഉണർന്നെഴുന്നേറ്റിട്ടില്ല. പക്ഷെ ഞാനും നിങ്ങളിൽ നിന്ന് ജീവനോടെ ഇന്ന് ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ നമ്മെ പരിപാലിച്ച, നമ്മുടെ പ്രാണനെ പരിപാലിച്ച ഒരു കർത്താവുണ്ടെന്ന് മറന്നു പോകരുത്. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നതിനെ കേൾക്കുന്ന, ആശ്രയം നഷ്ടപ്പെട്ടവർ, കർത്താവ് ആരുമില്ലെന്നുള്ള ചിന്തയുള്ളവർ, കർത്താവിലുള്ള ആശ്രയം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. കർത്താവ് പരിപാലകനായി കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കണമേ. രോഗികളായി എന്നെ കേൾക്കുന്നവർക്ക് യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഹൃദയഭാരങ്ങളെ കർത്താവ് മാറ്റണമേ. ആകുല ചിന്തകളും ഭയങ്ങളുമെല്ലാം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളിൽ, മനസ്സുകളിൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും.